ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ചാനൽ കാണുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. ഒരു ബ്രെഡ് ടോസ്റ്റാണ് ഞാൻ ചെയ്യുന്നത്. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനോ ഒരു 4 മണി പലഹാരമായിട്ടൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അത് നിങ്ങൾക്ക് പലർക്കും തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും. പക്ഷേ ഇതെങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നെടുക്കുന്നതാണ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് ഈ ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്കിവിടെ ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ മുട്ടയൊക്കെ ഒന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ ഇതുപോലെ ഒരു പരന്ന പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ പാത്രമാകുമ്പോഴത്തേക്ക് നമുക്ക് ബ്രെഡൊക്കെ അതിൽ മുക്കിയെടുക്കാൻ സൗകര്യമായിരിക്കും. ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പം മുട്ടയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമില്ലെങ്കിൽ ഒരു മുട്ട എടുത്താലും മതി. എന്നിട്ട് അതിനനുസരിച്ച് പാല് നിങ്ങൾ കൂടുതൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 നുള്ളു ഉപ്പുപൊടിയും 1/4 ടീസ്പൂൺ പട്ട പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സിനമൺ പൗഡർ ഇല്ലെങ്കിൽ അത് ചേർക്കേണ്ട കാര്യമില്ല. കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു സ്പൂണോ വിസ്കോ ഉപയോഗിച്ചൊന്ന് നന്നായിട്ട് അടിച്ചൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കാം. പാല് ചേർത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് അടിച്ച് മിക്സ് ചെയ്ത് യോജിപ്പിക്കണം. ഇപ്പോൾ എല്ലാം അടിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാറ്റി വെക്കാം. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ ബ്രെഡാണിത്. ഞാനിവിടെ 8 കഷ്ണം ബ്രെഡാണ് ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ ടോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തീരെ കട്ടി കുറഞ്ഞ ബ്രെഡ് ഇതിനായിട്ട് ഉപയോഗിക്കരുത്. തീരെ കട്ടി കുറഞ്ഞ ബ്രെഡൊക്കെ ആണെങ്കിൽ നമ്മൾ പാലിലൊക്കെ മുക്കിയെടുക്കുമ്പോൾ തന്നെ അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് കുറച്ച് കട്ടിയുള്ള ബ്രെഡ് വേണം ഇതിനായിട്ട് ഉപയോഗിക്കാനായിട്ട്. ഇനി നമുക്ക് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വീണ്ടും ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കണം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ഇൻഗ്രീഡിയൻസിൽ മുക്കി ബ്രെഡിന്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പിടിക്കുന്ന വിധത്തിലൊന്ന് മുക്കിയെടുക്കണം. ബ്രെഡ് ടോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒരു സ്പൂണോ ബ്രഷോ ഉപയോഗിച്ച് പാൻ്റെ എല്ലാ ഭാഗത്തും നന്നായിട്ട് പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഈ മുക്കിയെടുത്ത ബ്രെഡ് നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ബ്രെഡ് പാനിൽ വെച്ചതിന് ശേഷം ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വേണം വെച്ച് കുക്ക് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡിന്റെ പുറം കരിഞ്ഞു പോവുകയും ഉള്ളും ശരിക്കും പാകത്തിന് മൊരിഞ്ഞു കിട്ടുകയുമില്ല. വേണമെങ്കിൽ കുറച്ച് ബട്ടറും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ബട്ടറിന് പകരമായിട്ട് നെയ്യ് വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ബ്രെഡിന്റെ ഒരു സൈഡ് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിടാം. ഇടയ്ക്ക് നമുക്ക് ബ്രെഡിന്റെ പുറത്ത് സ്പൂൺ കൊണ്ടൊന്ന് പതുക്കെ ഒന്ന് പ്രസ് ചെയ്തൊക്കെ കൊടുക്കാം. ഇപ്പൊ ബ്രെഡിന്റെ 2 സൈഡും നന്നായിട്ട് മൂത്ത് പാകമായി വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ള ബ്രെഡ് നമുക്ക് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ നമ്മുടെ ഫ്രഞ്ച് ടോസ്റ്റ് എല്ലാം റെഡിയായി കഴിഞ്ഞ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ടോസ്റ്റിന്റെ പുറത്ത് കുറച്ച് ഹണിയൊക്കെ ഒഴിച്ച് നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. ഈ ബ്രെഡ് ടോസ്റ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റും 4 മണി പലഹാരവും ഒക്കെ ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയറും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യണം. വീണ്ടും ഇതുപോലുള്ള നല്ല റെസിപ്പിയുമായി നമുക്ക് കാണാം. താങ്ക് യു.